നമ്മുടെ അവസാനത്തെ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയാണ് ഓസ്മോട്ടിക് പ്രഷർ. നമ്മുടെ നാലാമത്തെ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയാണ്. നമുക്ക് ഈ ടോപ്പിക്കിൽ മെയിനായിട്ട് രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. എന്താണ് ഓസ്മോസിസ് എന്നും പറയും, രണ്ടാമത് എന്താണ് ഓസ്മോട്ടിക് പ്രഷർ എന്നും പറയും. ഓസ്മോസിസ് എന്ന് പറയുന്ന ടൈം എന്താണ് നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, മുൻപ് കുറേ കേട്ടിട്ടുണ്ട് ഓസ്മോസിസ് എന്താണെന്നൊക്കെ. പക്ഷെ ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറയുന്നത് പുതിയ ടൈമാണ്, അതാണ് നമുക്ക് കൃത്യമായിട്ട് പഠിക്കാനുള്ളത്. നമ്മൾ പഠിച്ച ഈ 4 കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ട് പരീക്ഷകളിൽ ചോദിക്കുന്ന കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഓസ്മോട്ടിക് പ്രഷറാണ്. നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് കുറേ ചോദ്യങ്ങൾ കാണാൻ പറ്റും. ആദ്യം തന്നെ ഓസ്മോസിസ് എന്ന് പറയുന്ന കൺസെപ്റ്റ്. ഓസ്മോസിസ് എന്ന് പറയുമ്പോൾ കോൺസെൻട്രേഷൻ്റെ ബേസിൽ, അതായത് ഇപ്പോൾ ഞാനൊരു 2 ബീക്കർ എടുക്കുന്നുണ്ട്. ഇവിടെ രണ്ട് ബീക്കർ എടുക്കുന്നുണ്ട്, ഇതിന് നടുക്ക്. അപ്പൊ 2 ബീക്കറാണ്, ഇടയിൽ പക്ഷെ എന്ത് വെച്ചിട്ടുണ്ട്, ഒരു SPM സെമി പെർമബിൾ മെമ്പറൈൻ എന്ന് പറയും. അതായത് ചില വസ്തുക്കളെ മാത്രം കടത്തിവിടുന്ന ഒരു പ്രത്യേക കമ്പണ്. നമ്മുടെ അരിപ്പ പോലെ ഫിൽറ്റർ പോലൊക്കെ തന്നെ, ഫിൽറ്റർ പേപ്പർ പോലെ വിചാരിച്ചാൽ കുഴപ്പമില്ല. അപ്പൊ സെമി പെർമബിൾ മെമ്പറൈൻ. അപ്പൊ ചില വസ്തുക്കളെ മാത്രം കടത്തിവിടുന്ന ഒരു പ്രത്യേക തരം മെമ്പറൈൻ അവിടെ വെച്ചിട്ടുണ്ട്, ഞാനിവിടെ വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഈ ഭാഗത്ത് ഞാൻ ഫുള്ള് വാട്ടർ എടുത്തിട്ടുണ്ട്, എടുത്തിരിക്കുന്നത് വാട്ടറാണ്. ഇവിടെ പക്ഷെ എടുത്തിരിക്കുന്നത് സാൾട്ട് വാട്ടർ ആണെന്ന് വിചാരിച്ചു. സാൾട്ട് അല്ലെങ്കിൽ സലൈൻ വാട്ടർ, ഉപ്പുവെള്ളമാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പൊ 2 പ്രത്യേകതരത്തിലുള്ള കണ്ടെയ്നർ ഉണ്ട്. ഇതിന്റെ നടുക്കിൽ എന്ത് വെച്ചിട്ടുണ്ട്, സെമി പെർമബിൾ മെമ്പറൈൻ. ചില പ്രത്യേക വസ്തുക്കൾ മാത്രം കടത്തിവിടുന്ന മെമ്പറൈനാണ് സെമി പെർമബിൾ മെമ്പറൈൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഒന്നാമത്തേലാണെന്ന് ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്, അപ്പുറത്തേക്ക് എന്തെടുത്തിട്ടുണ്ട്, ഉപ്പുവെള്ളം സാൾട്ട് വാട്ടർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ആലോചിച്ച് നോക്കാം, എവിടെയാണ് വെള്ളത്തിന്റെ വാട്ടറിന്റെ കോൺസെൻട്രേഷൻ കൂടുതൽ. നോർമൽ സൊല്യൂഷന്റെ കോൺസെൻട്രേഷൻ അല്ല ഇവിടെ പറയുന്നത്, ഇവിടെ പറയുന്ന കാര്യമാണ് വാട്ടറിന്റെ അളവ് കൂടുതൽ. വാട്ടറിന് മാത്രം നോക്കിയാൽ മതി, നമുക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റും ഇവിടെയാണ് വെള്ളത്തിന്റെ അളവ് കൂടുതൽ. ഇവിടെ ആദ്യമുണ്ട്, വെള്ളമുണ്ട്, സാൾട്ടും ഉണ്ട്. അപ്പൊ കമ്പയർ ചെയ്യുമ്പോൾ വെള്ളത്തിന്റെ അളവ് ഇവിടെ എന്തായിരിക്കും, കുറവായിരിക്കും. അപ്പൊ വാട്ടറിന്റെ കോൺസെൻട്രേഷൻ കൂടുതൽ ഇവിടെയാണ്. ഇവിടെ വാട്ടറിന്റെ കോൺസെൻട്രേഷൻ കുറവാണ്. അപ്പോ ഈ വാട്ടർ എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ കൂടിയ ഭാഗത്തു നിന്ന് കോൺസെൻട്രേഷൻ കുറഞ്ഞ ഭാഗത്തോട്ട് ഫ്ലോ ചെയ്യുന്ന പ്രോസസ്സിന് വിളിക്കുന്ന പേരാണ് എന്ത്, ഓസ്മോസിസ്. അതും എന്തുവഴിയാണ് ഫ്ലോ ചെയ്യുക, ഒരു സെമി പെർമബിൾ മെമ്പറൈൻ വഴി ഫ്ലോ ചെയ്യുന്ന പ്രോസസ്സിന് വിളിക്കുന്ന പേരാണ് എന്ത്, ഓസ്മോസിസ്. അപ്പോൾ വാട്ടർ ഒരു സെമി പെർമബിൾ മെമ്പറൈൻ വഴി കോൺസെൻട്രേഷൻ, വാട്ടറിന്റെ കോൺസെൻട്രേഷൻ, സൊല്യൂഷന്റെ അല്ല, വാട്ടറിന്റെ അളവ് അഥവാ കോൺസെൻട്രേഷൻ കൂടിയ ഭാഗത്തുനിന്ന് വാട്ടറിന്റെ കോൺസെൻട്രേഷൻ കുറഞ്ഞ ഭാഗത്തോട്ടാണ് ഫ്ലോ ചെയ്യുന്നത്. കാരണം പ്രശ്നം നമ്മൾ കോൺസെൻട്രേഷൻ എന്ന് പറയുമ്പോൾ എപ്പോഴും എന്താ ആലോചിക്കാറ്, സൊല്യൂട്ടിന്റെ അളവാണ്. അപ്പൊ വെറുതെ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ തെറ്റായിരിക്കും. കാരണം ഇവിടെ നോർമലി നമുക്ക് പറയാം കോൺസെൻട്രേഷൻ കൂടുതലായിരിക്കാം, സാൾട്ട് വാട്ടർ ആണ്, സാൾട്ടിന്റെ അളവ് അവിടെയാണ് കൂടുതൽ. പക്ഷെ ഇവിടെ എന്തിന്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് വാട്ടറിന്റെ കോൺസെൻട്രേഷൻ. അപ്പൊ വെള്ളത്തിനെയാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ പ്യുവർ വാട്ടറും സാൾട്ട് വാട്ടറും എടുക്കുകയാണെങ്കിൽ വെള്ളത്തിന്റെ കോൺസെൻട്രേഷൻ എവിടെ കൂടുതലുണ്ടായിരിക്കുക, പ്യുവർ വാട്ടറിലാണ്. അപ്പൊ ഓസ്മോസിസ് പറയുമ്പോൾ എന്ത് ശ്രദ്ധിക്കണം, വാട്ടറിന്റെ കോൺസെൻട്രേഷൻ കൂടിയ ഭാഗത്തുനിന്ന് വാട്ടറിന്റെ കോൺസെൻട്രേഷൻ കുറഞ്ഞ ഭാഗത്തേക്ക് വാട്ടർ ഒരു സെമി പെർമബിൾ മെമ്പറൈൻ വെച്ച് മൂവ് ചെയ്യുന്ന പ്രോസസ്സാണ് ഓസ്മോസിസ്. ഇപ്പൊ നിങ്ങൾ വാട്ടറിന്റെ കോൺസെൻട്രേഷൻ പറഞ്ഞില്ലെങ്കിൽ എങ്ങനെ പറയണം, കോൺസെൻട്രേഷൻ കുറഞ്ഞ ഭാഗത്തുനിന്ന് സൊല്യൂഷന്റെ കോൺസെൻട്രേഷൻ കൂടിയ ഭാഗത്തിലേക്കുള്ള വാട്ടറിന്റെ ഫ്ലോ എന്ന് വിളിക്കുന്ന പേരാണ് ഓസ്മോസിസ് എന്ന് പറയണം. ഈ പറഞ്ഞ 2 കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കണം കേട്ടോ. ഇതോടുകൂടി ഓസ്മോസിസ് എന്ന് പറഞ്ഞ ടോപ്പിക്ക് നമ്മുടെ തീർന്നു കഴിഞ്ഞു. ഇത്രയും നമ്മൾ അതിനെക്കുറിച്ചാകെ പറയാനുള്ളൂ. ഇനി അടുത്താണ് ഓസ്മോട്ടിക് പ്രഷർ. ഇത് ഈ ഫിഗർ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇവിടെ എന്താ സംഭവിക്കുന്നത്, പ്യൂർ വാട്ടർ എടുത്തിട്ടുണ്ട്, സാൾട്ട് വാട്ടർ എടുത്തിട്ടുണ്ട്. ഉറപ്പായിട്ടും ഇവിടെ നിന്ന് ഇങ്ങോട്ട് വാട്ടർ ഫ്ലോ ചെയ്യും, അപ്പുറത്തോട്ട് വാട്ടർ ഫ്ലോ ചെയ്യും. കാരണം കോൺസെൻട്രേഷൻ കൂടിയ ഭാഗത്തുനിന്ന് വാട്ടറിന്റെ കോൺസെൻട്രേഷൻ കൂടിയ ഭാഗത്തുനിന്ന് വാട്ടറിന്റെ കോൺസെൻട്രേഷൻ കുറഞ്ഞ ഭാഗത്തേക്ക് ആര് ഫ്ലോ ചെയ്യും, വാട്ടർ ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോസസ്സാണ് ഓസ്മോസിസ്. അപ്പൊ നമുക്ക് നോർമലി ഇപ്പൊ 2 പാത്രങ്ങൾ തുറന്നാണ് വെച്ചിരിക്കുന്നത്. ഇതിന്റെ മേളിൽ എന്തുണ്ടായിരിക്കും, PATM അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഉണ്ടായിരിക്കും. ഇതിന്റെ മേളിൽ എന്തുണ്ടായിരിക്കും, P atmospheric pressure ഉണ്ടായിരിക്കും. കാരണം മേലത്തെ പ്രഷർ രണ്ടിന്റെ മേളിൽ എഫക്ട് ചെയ്യുന്നുണ്ടായിരിക്കും.
ആ നേരത്താണ് ഞാൻ വേറൊരു പ്രഷറും കൂടി ഇവിടെ കൊടുക്കുന്നത്. ആ പ്രഷറാണ് പൈ എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന മാക്സിമം യൂസ് ചെയ്യുന്ന പൈ എന്ന് പറഞ്ഞ പ്രഷർ, പൈ എന്ന് പറഞ്ഞ വാരിയബിൾ ആണ് യൂസ് ചെയ്യുന്നത്. പൈ എന്ന് പറഞ്ഞ പ്രഷർ യൂസ് ചെയ്തു. ഈ പൈ എന്ന് പറഞ്ഞ പ്രഷർ ഈ സാൾട്ട് വാട്ടറിന് മേളിൽ ഞാൻ ജസ്റ്റ് യൂസ് ചെയ്തപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള വാട്ടറിന്റെ ഫ്ലോ എന്താ നിന്നു. അപ്പൊ നോർമലി എവിടെ നിന്ന് ഇങ്ങോട്ട് വാട്ടർ ഫ്ലോ ചെയ്യണ്ടായിരുന്നു? ഈ വാട്ടറിന്റെ അളവ് കൂടിയ ഭാഗത്തുനിന്ന് കുറഞ്ഞ ഭാഗത്തോട്ട് വാട്ടർ കണ്ടിന്യൂസ് ആയിട്ട് ഫ്ലോ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ ഈ ഭാഗത്ത് ഞാനൊരു പ്രഷർ കൊടുത്തപ്പോൾ എന്താ ഉണ്ടായ? ഇവിടുത്തെ ഫ്ലോ നിന്നു. അപ്പൊ ഇവിടുത്തെ ഫ്ലോ നിൽക്കാൻ വേണ്ടി ഞാൻ കൂടുതലായി കൊടുത്ത പ്രഷറാണെന്ത്? പൈ എന്ന് പറയുന്നത്. ഈ പൈനാണ് നമ്മൾ പറയുന്ന പേരാണെന്ത്? ഓസ്മോട്ടിക് പ്രഷർ. അപ്പോ ഓസ്മോസിസ് എന്ന് പറഞ്ഞ പ്രോസസ്സ് നിൽക്കാൻ വേണ്ടി നമ്മള് കോൺസെൻട്രേഷൻ, വാട്ടറിന്റെ കോൺസെൻട്രേഷൻ കുറഞ്ഞ കമ്പോണന്റിന് മേൽ അപ്ലൈ ചെയ്യുന്ന പ്രഷറിനെ വിളിക്കുന്ന പേരാണെന്ത്? ഓസ്മോട്ടിക് പ്രഷർ. ഇത്രയാണ് കാര്യം. അപ്പൊ ഓസ്മോസിസ് എന്താന്ന് പറഞ്ഞു? ഓസ്മോട്ടിക് പ്രഷർ. ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താ? ഓസ്മോസിസ് എന്ന് പറഞ്ഞ പ്രഷർ, ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ലിക്വിഡിന്റെ മൂവ്മെന്റ്, വാട്ടർ മൂവ്മെന്റ് തടയാൻ വേണ്ടി നമ്മൾ ഇതിന്റെ മേളിൽ എന്താ, വാട്ടറിന്റെ കോൺസെൻട്രേഷൻ കുറവുള്ള ലിക്വിഡിന്റെ മേളിൽ അപ്ലൈ ചെയ്യുന്ന പ്രഷറിനെ നമ്മൾ പറയുന്ന പേരാണെന്ത്? ഓസ്മോട്ടിക് പ്രഷർ. ഡിനോട്ട് ചെയ്യുന്ന ടൈം എന്താണ്? പൈ. അപ്പൊ ഓസ്മോസിസ് എന്താന്ന് പറഞ്ഞു, ഓസ്മോട്ടിക് പ്രഷറും എന്താന്ന് പറഞ്ഞു. ഇനി നമ്മൾ ബാക്കിയുള്ള ചെയ്ത പോലെ ഇവിടെയും മാത്തമാറ്റിക്കൽ ഫോമിൽ പറയുന്നത് പൈന്റെ വാല്യൂ. പൈ എന്ന് പറയുന്നത് സിക്ക് പ്രൊപ്പോർഷൻ ആണ്. സി എന്ന് പറയുന്നത് ഡിനോട്ട് ചെയ്യുന്നത് വേറെ ഒന്നുമല്ല. സി എന്ന് പറഞ്ഞാൽ നമുക്ക് നേരം പറഞ്ഞത് മൊളാരിറ്റി ആണ് കേട്ടോ. സോറി, മൊളാരിറ്റി. സി എന്ന് പറയുന്നത് മൊളാരിറ്റി എന്ന് പറഞ്ഞ ടൈമാണ്. മൊളാരിറ്റിയുടെ ഇക്വേഷൻ പറയുന്നത് സി എന്തായിരിക്കും? നമ്പർ ഓഫ് മോൾസ് ബൈ വോളിയം. നമ്പർ ഓഫ് മോൾസ് ഡിവൈഡഡ് ബൈ വോളിയം ആണ് സിയുടെ ഇക്വേഷൻ. അത് നമുക്കറിയാം, ക്യാപിറ്റൽ സി ആണ് കേട്ടോ ബുക്കിൽ, അത് കറക്റ്റ് നോക്കിയോളൂ. ഇനി അടുത്ത പ്രപ്പോർഷൻ മാറ്റാണ് നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ടാണ്. പൈ ഈസ് ഇക്വൽ ടു സി ആർ ടി. ഇതാണ് നമ്മുടെ പ്രോപ്പർ ആയിട്ടുള്ള ഫസ്റ്റ് ഇക്വേഷൻ. നമ്മൾ മാറ്റുന്നുണ്ട്. ഇപ്പൊ പൈ പ്രപ്പോർഷൻ സി ആണ്. അടുത്ത പൈ ഈസ് ഇക്വൽ എന്താ? സി ആർ ടി. സി നമ്മൾ പറഞ്ഞ മൊളാരിറ്റി ആണ്. ടി എന്താണ്? ടെമ്പറേച്ചർ ആണ്. ആർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഗ്യാസ് കോൺസ്റ്റന്റ് ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ആറിന്റെ വാല്യൂ ഒക്കെ 8.314 ഒക്കെ. അപ്പൊ ആറിന്റെ വാല്യൂ എത്രയാണ്? ആർ എന്താണ്? ഗ്യാസ് കോൺസ്റ്റന്റ്. അപ്പൊ സി എന്താണെന്ന് നമുക്കറിയാം, ആർ എന്താണെന്ന് അറിയാം, ടി. ഇതാണ് നമ്മുടെ എന്താ ഓസ്മോട്ടിക് പ്രഷറിന്റെ ഇക്വേഷൻ. ഇതൊന്ന് ചെറുതായിട്ട് മാറ്റും, കാരണം സിക്ക് വരെ എന്ത് കൊടുക്കാം? എൻ ബൈ വി. അപ്പൊ പൈ ഈസ് ഇക്വൽ ടു എൻ ബൈ വി ആർ ടി. ഇവിടെ പക്ഷെ നമ്മൾ നോക്കുന്നത് മൊളാരിറ്റി ആണ്. അപ്പൊ ജസ്റ്റ് N2 എന്ന് പറഞ്ഞ ടൈം കേട്ടോ. നമ്പർ ഓഫ് മോൾസ് സൊല്യൂട്ട് ആണ്. സൊല്യൂട്ട് നമ്മൾ എപ്പോഴും 2 എന്നാണ് കൊടുക്കാറ്. അപ്പൊ N2 ബൈ വി, ഇക്വേഷൻ N2 ബൈ വി എന്നാണ് വരാറ്. ഇനി വീണ്ടും ആലോചിച്ച് നോക്കാം. N2 എന്ന് പറഞ്ഞാൽ എന്താ? നമ്പർ ഓഫ് മോൾസ് എന്ന് പറഞ്ഞാൽ എന്താ? ഗിവൺ മാസ് ബൈ ഗ്രാം മോളിക്കുലാർ മാസ്. ഇതാണ് N2ന്റെ ഇക്വേഷൻ. ഇതൊന്നുകൂടി മാറും. പൈ ഈസ് ഇക്വൽ ടു W2 RT by Vm2. ഇതാണ് ഫൈനൽ ആയിട്ട് നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ. ഓസ്മോട്ടിക് പ്രഷർ ഈസ് ഇക്വൽ ടു W2 RT by Vm2. സാധാരണ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് എപ്പോഴും എന്ത് കണ്ടുപിടിക്കാനാണ് ചോദ്യം വരാറ്? M2 മോളാർ മാസ് കാണാനാണ് ചോദ്യം വരാറ്. അപ്പൊ ഞാൻ മാറ്റുന്നത്. അപ്പൊ നമുക്ക് ഈ ഇക്വേഷൻ ഫൈനലായിട്ട് എങ്ങനെ കൺവേർട്ട് ചെയ്യാം? മോളാർ മാസ് കാണാനാണ് ചോദ്യം വരാറ് പരീക്ഷയ്ക്ക്. അപ്പൊ M2 ഈസ് ഇക്വൽ ടു, ബാക്കി എല്ലാം സെയിം തന്നെ, W2 RT all divided by pi into P. ഇതാണ് നമ്മുടെ ഫൈനൽ ഇക്വേഷൻ. അപ്പൊ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് വേറെ ഒന്നല്ല, ഓസ്മോസിസ് ആൻഡ് ഓസ്മോട്ടിക് പ്രഷർ ആണ്. ഓസ്മോസിസ് എന്ന് പറയുന്നത് ഒരു സെമി പെർമനന്റ് മെമ്പറൈൻ വഴി വാട്ടറിന്റെ കോൺസെൻട്രേഷൻ കൂടിയ ഭാഗത്തുനിന്ന് വാട്ടറിന്റെ കോൺസെൻട്രേഷൻ കുറഞ്ഞ ഭാഗത്തോട്ടുള്ള വാട്ടറിന്റെ ഫ്ലോ, അതിനെ വിളിക്കുന്ന പേരാണ് ഓസ്മോസിസ്. ഈ ഓസ്മോസിസ് എന്ന് പറയുന്ന പ്രോസസ് ജസ്റ്റ് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി വാട്ടറിന്റെ കോൺസെൻട്രേഷൻ കുറവുള്ളതിന് മേലിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന പ്രഷറിനെ വിളിക്കുന്ന പേരാണ് ഓസ്മോട്ടിക് പ്രഷർ. ഈ ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറയുന്നത് മൊളാരിറ്റിക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. പൈ പ്രൊപ്പോർഷണൽ ടു സി മൊളാരിറ്റി. ഒപ്പം തന്നെ ഈ കോൺസ്റ്റന്റ് ആഡ് ചെയ്യും. കോൺസ്റ്റന്റ് ആറും ടി ആണ്. ആറ് എന്ന് പറഞ്ഞാൽ ഗ്യാസ് കോൺസ്റ്റന്റ് ആണ്, ടി എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ ആണ്. പിന്നെ വീണ്ടും നമ്മൾ സിക്ക് പകരം എന്ത് കൊടുക്കും? N2 by V കൊടുക്കും. N2 എന്ന് പകരം W2 by M2 എന്ന് പറഞ്ഞ ടൈം കൊടുക്കും. ഫൈനൽ നമുക്ക് ഇക്വേഷൻ മോളാർ മാസ് ഈസ് ഈക്വൽ ടു W2 RT by
പൈ ഇൻറ്റു വി ആണ്. അപ്പോൾ നമുക്ക് പൈ കണ്ടുപിടിക്കാൻ ഇക്വേഷൻ ഉണ്ട്. ഇനി ജസ്റ്റ് നമ്മളെടുത്ത് പൈ തന്നിട്ട് M2 കാണുകയാണെങ്കിൽ അതിനുള്ള ഇക്വേഷനും ഉണ്ട്. ഇത്ര കാര്യങ്ങളാണ് ഫസ്റ്റ് ടോപ്പിക്കിൽ പറയാനുള്ളത്. ഇനിയും ഇതിനെ കുറിച്ച് കുറച്ച് പറയാനുണ്ട്, നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. ഇത്ര കാര്യങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കും. ഇത് വെച്ച് പ്രോബ്ലം വരാറുണ്ട്, ഡെറൈവ് ചെയ്യാനും വരാറൊക്കെ ഉണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ മുൻപ് പഠിച്ച 3 ഇമ്പോർട്ടൻസ് കൂടുതലിതാവും. അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ അറിയാൻ പറ്റും. റിപ്പീറ്റ് ആയി വന്നത് ഓസ്മോട്ടിക് പ്രഷർ തന്നെയാണ്.